കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് ഒന്ന് പുറത്തിറങ്ങിയത്. പുറത്തിറങ്ങിയപ്പോൾ തന്നെ 2-3 കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചാണ് ഇറങ്ങിയത്. ആദ്യം തന്നെ ലുലുവിലേക്കാണ് പോയത്. ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഇത് മജാസിലുള്ള നമ്മുടെ കിങ് ഫൈസൽ റോഡിൽ വരുന്നുള്ള ലുലു ആണ്. എനിക്ക് എൻ്റെ കണ്ണാടി ഒന്ന് ശരിയാക്കണമായിരുന്നു. ഇവിടെ സ്ഥിരമായി ഞാൻ വരുന്ന ഒരു ഒപ്റ്റിക്കൽസ് ഉണ്ട്. അവിടെ വന്ന് 2-3 കണ്ണാടിയൊക്കെ വെച്ച് നോക്കി. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. ഞാൻ സ്ഥിരമായി കണ്ണാടി വാങ്ങുന്ന ഒരു ഷോപ്പാണ്. ഇവിടെ വളരെ നല്ല ഓഫേഴ്സ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അങ്ങനെ കണ്ണാടി വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓടി വരാവുന്നതാണ്. കുറച്ച് നല്ല കണ്ണാടികൾ വെച്ച് നോക്കി. അടിപൊളി സാധനം. അവൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നെടുത്ത ഒന്ന് ഫ്രീ ഇല്ലേ? 50 ഇനി എന്നാ പിന്നെ കട എഴുതരാമോ? കട എഴുതരാമോ? അങ്ങനെ ഇസു ഒരു കണ്ണാടി എടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ബ്ലൂ റേ ഒപ്റ്റിക്കൽസ് എന്നാണ്. നമുക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ആദ്യത്തെ ഷോപ്പ് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ 50 ദിർഹംസിന് നല്ല ഫ്രെയിംസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഈ എടുത്ത് വെച്ചിരിക്കുന്ന 2 എണ്ണം ഞാൻ സെലക്ട് ചെയ്തതാണ്. അതിനോടൊപ്പം നിങ്ങൾക്ക് പവർ ലെൻസോ അല്ലാതെ നിങ്ങൾക്ക് ഏത് കളർ ലെൻസാണോ വേണ്ടത് അതെല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ഗ്ലാസസിൻ്റെ ഒരു ഇഷ്ടം പോലെ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് കണ്ണ് ചെക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് കണ്ണ് ചെക്ക് ചെയ്ത് പവറൊക്കെ നോക്കാവുന്നതാണ്. ഞാനും ഇസു എല്ലാം കണ്ണ് ചെക്ക് ചെയ്തിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾ സ്ഥിരമായിട്ട് ഫോണൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കണ്ണിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, ദൈവം അനുഗ്രഹിച്ച്. അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഗ്ലാസ്സസ് അവൈലബിൾ ആണ്. അങ്ങനെ ഇസു ഈ ഗ്ലാസ് എടുത്തിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് കൂളിംഗ് ഗ്ലാസിൻ്റെ സെക്ഷനിലേക്കൊക്കെ പോയപ്പോഴത്തേക്കും വളരെ മനോഹരമായിട്ടുള്ള നല്ല ഫ്രെയിംസ് നമുക്കവിടെ കാണാൻ പറ്റി. അവൈലബിൾ ആണ്. അർമാനിയുടെ ഒരു ടൈപ്പ് ഗ്ലാസ് ഉണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് ഫ്രെയിം മാറ്റി മാറ്റി വെക്കുന്ന ടൈപ്പ്, ആ ടൈപ്പ് ഗ്ലാസ്സസും അവിടെ അവൈലബിൾ ആണ്. പല ഷെയ്ഡ്സിലും കളേഴ്സിലും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ഇതുവഴി പോവുകയാണെങ്കിൽ ജസ്റ്റ് വന്ന് നോക്കുക. ബ്ലൂ റേസ് ഒപ്റ്റിക്കൽസ് എന്നാണ് പേര്. ഇവിടെയുള്ള സ്റ്റാഫ് ആണെങ്കിലും നല്ല സർവീസാണ്, നല്ല കസ്റ്റമർ സർവീസാണ്. നമുക്ക് ഹോം ഡെലിവറി ആണെങ്കിലും അവർ ചെയ്തു തരുന്നതാണ്. ഞാൻ ഓർഡർ ചെയ്തതിന് ശേഷം അവരെനിക്ക് ഹോം ഡെലിവറി ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ സെലക്ട് ചെയ്ത് പോയതിന് ശേഷം എനിക്കത് പവർ ഫിക്സ് ചെയ്ത് അവർ ഹോം ഡെലിവറി ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. ഈ ഷോപ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങി അതിനുശേഷം ലുലുവിലേക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അവിടുന്ന് ഇറങ്ങി തൊട്ട് പുറകെ ഞാനൊരു നല്ല പെർഫ്യൂം ഷോപ്പ് കണ്ടു കേട്ടോ. ഹായ് സാം പെർഫ്യൂംസ് എന്നാണ്. ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു പെർഫ്യൂം ഷോപ്പാണ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ അത് ഫേമസ് ആണ് കേട്ടോ. ഞാനാണെങ്കിൽ എലിസബത്ത് എന്നൊരു പെർഫ്യൂം കണ്ട് എൻ്റെ പേര് എലിസബത്ത് ആയതുകൊണ്ട് ഞാനതൊന്ന് എടുത്തു. നല്ല മണമാണ് കേട്ടോ. അല്ലാതെ നിങ്ങൾക്കിപ്പോൾ ബ്രാൻഡഡ് പെർഫ്യൂംസ് വേണമെങ്കിൽ അതിൻ്റെ കോപ്പീസ് അവരിവിടെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഗൂച്ചിയുടെ ആണെങ്കിലും എല്ലാം നല്ല പെർഫ്യൂംസ് ഇവിടെ കിട്ടുന്നതാണ്. അതുപോലെ മരിയം എന്നുള്ള ആ ഫേമസ് ആയിട്ടുള്ള ലോഷൻ പെർഫ്യൂം കോംബോ ഒക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ അത്തറുണ്ട്. പല മണങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അവിടെ ഇരിക്കുന്ന റെഡ് ബോട്ടിൽ കണ്ടോ, അത് ഗൂച്ചിയുടെ ഫ്ലോറ എന്ന് പറഞ്ഞിട്ടുള്ള സ്മെല്ല് അതവർ ഉണ്ടാക്കിയതാണ് കേട്ടോ. അടിപൊളി സ്മെല്ലെന്ന് പറഞ്ഞാൽ അടിപൊളി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല മണമായിരുന്നു. സൂപ്പർ, ഒന്നും പറയാനില്ല. ഇതിന് ശേഷമാണ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ലുലുവിൽ പോയത്. എന്തിനാന്ന് തന്നെ അപ്പോഴത്തേക്കും മറന്നുപോയി. ആദ്യം തന്നെ ഫിഷിൻ്റെ സെക്ഷനിലേക്ക് പോയി ഫിഷൊക്കെ നോക്കി. കക്ക നോക്കിയാണ് വന്നത്. പക്ഷേ ഫ്രഷ് കക്ക അവൈലബിൾ അല്ലായിരുന്നു. കല്ലുമ്മേക്കായൊക്കെ അവിടെ ഇരിക്കുന്നത് കണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു സാധനമാണ് കല്ലുമ്മേക്കായ. കഴിച്ചിട്ടുള്ളവരെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കല്ലുമ്മേക്കായ എങ്ങനെയെന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് റെഡി ടു മിക്സ് ആയിട്ടുള്ള പല സാധനങ്ങൾ ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ സാറാസിൻ്റെ ആണെങ്കിലും പല ബ്രാൻഡിൻ്റെയും റെഡി ടു മിക്സ് അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ അകത്തുനിന്ന് വെജിറ്റബിൾ ബിരിയാണിയുടെയും വെജിറ്റബിൾ പുലാവിൻ്റെയും 2 പീസ് വെച്ചിട്ട് എടുത്തു കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. നമുക്കിപ്പം തിരക്കുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമുക്കിത് ജസ്റ്റ് ചൂടുവെള്ളത്തിലിട്ടുണ്ടാക്കിയാൽ മതി. അതുപോലെ ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഈ സാധനം എന്താണെന്ന് മനസ്സിലായോ? ലസാഗ്നയാണ് കേട്ടോ. അതും നല്ല ടേസ്റ്റാണ്. അത് 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചിട്ടുള്ളവരൊന്ന് പറയുക കേട്ടോ. നല്ല ടേസ്റ്റും ചീസൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഒരു സാധനമാണ് ലസാഗ്ന എന്ന് പറയുന്നത്. അതെടുത്തിട്ടുണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ച് അധികം ഓഫേഴ്സൊന്നും
പിന്നീട് അവിടെ നിന്ന് പോന്നപ്പോഴത്തേക്കും മുന്നോട്ട് നടന്നപ്പോഴത്തേക്കാണ് നമ്മുടെ നോമ്പ് തുറക്കുന്നതിൻ്റെ സാധനങ്ങൾ നമ്മളവിടെ കണ്ടത്. അവിടെയാണെങ്കിൽ ചിക്കൻ പപ്സ്, എഗ് പപ്സ്, അതുപോലെ ചിക്കൻ റോള്, എഗ് റോള്, എനിക്കറിയത്തില്ല എന്തൊക്കെ വിഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നെന്ന്. സമോസ, കട്ട്ലേറ്റ്സ്, പല ടൈപ്പ് കട്ട്ലേറ്റ്സ്, മോമോസ്, അതുപോലെ നമ്മുടെ നാടൻ ഇലയട, നെയ്പത്തിരി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പേര് അവിടെ നിന്ന് വാങ്ങിയിട്ട് പോകുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഞങ്ങളും വാങ്ങിച്ചു. ചിക്കൻ കട്ട്ലേറ്റും അതുപോലെ എഗ് പപ്സുമാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ. അത് വാങ്ങിച്ച് പക്ഷേ നമുക്ക് അവിടെ നിന്ന് കഴിക്കാനൊന്നും പറ്റില്ല. നോമ്പിൻ്റെ ടൈം ആയതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാനോ കുടിക്കാനോ ഒന്നും പറ്റാത്തതുകൊണ്ട് ഞങ്ങളത് വീട്ടിൽ വന്നിട്ടാണ് കഴിച്ചു നോക്കിയത്. അല്ലാതെ കുട്ടികൾക്ക് വേണമെങ്കിൽ പല ടൈപ്പ് ഡോണട്ട്സ്, പേസ്ട്രീസ് എല്ലാം അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നതും കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ നാടൻ ലഡ്ഡുവും ജിലേബിയും എല്ലാം അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം പ്രത്യേകിച്ച് ഷോപ്പിംഗ് ഒന്നും ഇല്ലായിരുന്നു. അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നോക്കി. ഈ സ്പൂണൊക്കെ കണ്ടു, എന്നെ ഭംഗിയല്ലേ കാണാനായിട്ട്. എനിക്കിതൊക്കെ കാണാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ വാങ്ങിച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഉപയോഗിക്കില്ല. പക്ഷേ നല്ല ഭംഗിയില്ലേ ഇതൊക്കെ കാണാൻ. ഇതൊക്കെ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. ചെറിയൊരു സ്പൂൺ കണ്ടു, ഞാൻ വെച്ച് പ്ലാസ്റ്റിക് ആയിരിക്കുമെന്ന്. ബട്ട് അതും നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു മെറ്റീരിയലായിരുന്നു. പിന്നെ ആ ടൈം കൊണ്ട് ഇമു അവിടെ കുറേ ചെയറിലൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഈ ചെയർ ഞങ്ങൾ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് നോക്കി. ബട്ട് സ്റ്റിൽ ഇമു അതിൽ കയറി ഇരുന്ന് വീണാലോ എന്നൊരു പേടിയുള്ളത് കാരണം ആ ചെയറൊന്നും വാങ്ങിച്ചില്ല. ഇതെല്ലാം ഷോപ്പിങ്ങും കഴിഞ്ഞിട്ട് വേറെ ഞങ്ങൾ വന്ന മെയിൻ സാധനം വാങ്ങിക്കാൻ വിട്ടുപോയി കേട്ടോ. ആദ്യം തന്നെ ഇതൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് കറങ്ങി അങ്ങ് പോയി. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ബില്ലിംഗ് സെക്ഷനിൽ പോയി ബില്ല് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകുമായിരുന്നു. വീട്ടിൽ ചെന്നിട്ട് ഡ്രസ്സൊക്കെ മാറി ഞാനാണെങ്കിൽ നമ്മുടെ ആ ചിക്കൻ കട്ട്ലേറ്റ് ഒന്ന് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർബായിരുന്നു കേട്ടോ. എന്നാ ടേസ്റ്റ് ആയിരുന്നെന്ന് പറയാൻ പറ്റുന്നില്ല. സൂപ്പർ കട്ട്ലേറ്റാണ്. അതുവഴി പോവുകയാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.